ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. കഷണ്ടിയിൽ മുടി വളരൂ എന്നാ വളരൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയുടെ വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ കഷണ്ടിയിൽ മുടി വളരുന്ന കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അല്ലേ. അതെങ്ങനെയാന്നുള്ളതും അതിന് വേണ്ടിയിട്ട് ഓയിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതും പറയാം. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഇപ്പോ പെട്ടെന്ന് മുടി നരക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നരക്കുന്നത് ഒഴിവായി കിട്ടും കേട്ടോ. ഞാനിപ്പോ ഒരു 7 വർഷമായി ഈ എണ്ണ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ വീട്ടിൽ ഇപ്പോൾ മക്കൾക്കായാലും ഇവിടെ ഉമ്മയാണ് ആദ്യം ഫസ്റ്റ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പൊ മക്കളുണ്ടതിന് ശേഷം മക്കൾക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഉപ്പാക്ക് കഷണ്ടിയാണ് ഉള്ളത്. പിന്നെ നരച്ചിട്ടുള്ള ഫുള്ള് വെള്ള കളറുള്ള മുടിയാണ് കേട്ടോ. ഇവിടെ മൊത്തം കഷണ്ടിയായിട്ട് മുടിയേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഉപ്പാക്ക് നീർക്കെട്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. കാരണം വെയിൽ കൊണ്ടിട്ടായാലും പല്ലുവേദന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പാക്ക് ഞാൻ ഈ എണ്ണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്റെ അനിയത്തിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അനിയത്തി വീട്ടിൽ വന്നിട്ട് ഈ എണ്ണ ചെയ്തതിന് ശേഷം ഉപ്പക്ക് അവിടുന്ന് കുറച്ച് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഉപ്പാന്റെ തലയിൽ മുടി വന്നു തുടങ്ങിയത് കേട്ടോ. കഷണ്ടിയിൽ മുടി വളരുന്നത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഷണ്ടിയിൽ മൊത്തം പുതിയ മുടി കിളിർത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ഇപ്പൊ ഒരുപാട് എണ്ണകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ എണ്ണ കൊണ്ടൊന്നും ഇതുവരെ മുടി വളർന്നിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ആ എണ്ണ വെച്ചിട്ട് ഉപ്പാക്ക് ഒരുപാട് ഹെയർ വളർന്നു വന്നിട്ടുണ്ട്. മൊത്തമായിട്ട് പെട്ടെന്ന് വളർന്നു വന്നു എന്നല്ല കേട്ടോ. പക്ഷേ ഇവിടെയുള്ള കഷണ്ടിയിൽ മൊത്തമായിട്ട് മുടി വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഈ ലീഫിനെ കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. ഈ ലീഫിന്റെ പേര് ദന്തപാല, കൃഷ്ണപാല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. 3-4 പേര് ഇതിനുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് പരിചയമുള്ള പേര് ദന്തപാല, കൃഷ്ണപാല, ഈ 2 പേരാണ്. ഇവിടെ ഉമ്മ വേറെ പേരുകളൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ലീഫുകൾ നല്ല മൂത്ത ലീഫുകൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മള് വീട്ടിൽ തന്നെ ആട്ടി ഉണക്കിയിട്ടുള്ള കൊപ്രയിൽ നിന്ന് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് എത്രയാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. കാരണം ഹെയർ ഓയിലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യില്ലല്ലോ. ഞാനിപ്പോ ഇവിടെ 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ലിറ്ററിലെ എണ്ണയിലാണ് മാക്സിമം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഇലകൾ ചെറിയ പീസുകളാക്കിയിട്ട് ജസ്റ്റ് ഇല ക്ലീൻ ചെയ്യാൻ ആദ്യം മറക്കരുത് കേട്ടോ. കാരണം എന്താണോ, ഒത്തിരി പൊടികളും, കാരണം പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ഒത്തിരി പൊടികളും ചെളികളൊക്കെ ഉണ്ടാവും. ഈ ഇല നല്ലതുപോലെ ക്ലീൻ ആക്കിയതിനു ശേഷം ഡ്രൈ ആയ തോർത്തുമുണ്ടോണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ ടവൽ ഉപയോഗിച്ചിട്ടോ ക്ലീൻ ആക്കിയതിനു ശേഷം നമ്മളിത് ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 7 ദിവസമാണ്, നല്ല വെയിലുള്ള 7 ദിവസമാണ് നമ്മൾ പുറത്ത് വെക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ കുപ്പിയിലേക്ക് അരിച്ചൊഴിക്കുന്നത്. നമ്മൾ ലീഫ് ഇല്ലാണ്ട് ഓയിൽ മാത്രം അരിച്ചെടുത്തിട്ടാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കുളിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നല്ലതുപോലെ ഒരുപാട് എണ്ണ യൂസ് ചെയ്യണമെന്നല്ല, നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫിംഗർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോമ്പ് ഉപയോഗിച്ചിട്ടോ നമുക്കിത് ചീകി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ എണ്ണ നല്ലതുപോലെ എല്ലായിടത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുക. ഇപ്പൊ ഞാനത് 3 ദിവസമായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എണ്ണയാണ് കേട്ടോ. ഇതുണ്ടോ, പർപ്പിൾ കളർ, വയലറ്റ് കളർ ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് ഒന്നും കൂടി ഡാർക്ക് കളർ ആയിട്ട് വരും കേട്ടോ. 7 ദിവസം ആകുമ്പോഴത്തേക്കിനും നമ്മള് ഗ്രേപ്പിന്റെ ജ്യൂസിന്റെ ഏകദേശം ആ കളറിലേക്ക് വരും കേട്ടോ. നല്ല വെയിലുള്ള സമയം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് തന്നെ ഇല ഒന്ന് ഉണങ്ങിയ പോലെയും നല്ല കളറ് ഡാർക്ക് കളറായിട്ട് എണ്ണ കാണാൻ പറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം ആകുമ്പോഴാണ് ഇത്രയും തന്നെ കളർ ഉണ്ടാവുക, വെയിൽ കുറഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ. പിന്നെ ഈ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നീർക്കെട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാറുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ തലവേദന ഒക്കെ മാക്സിമം ഇതുകൊണ്ട് ഈ എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈറ്റ് കളറുള്ള മുടികൾക്കൊക്കെ ഡാർക്ക് കളർ കൊടുക്കാൻ ഈ എണ്ണ പറ്റുന്നുണ്ട്. കാരണം എന്റെ ശൂശുകളുടെ മുടി ഒരു ചെമ്പൻ കളറ്, ഗോൾഡൻ കളർ ഹെയർ ആണെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ആ ഒരു കളറായിരുന്നു. അതിൽ നിന്ന് ഡാർക്ക് കളർ വന്നിട്ടുള്ളത് ഈ എണ്ണ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അത് പരിഗണിക്കുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.